ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഹിസ്റ്ററിയുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ +1 +2 എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ്, പ്രീവിയസ് ക്വസ്റ്റൻസ്, ചാപ്റ്റർ സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകളും തികച്ച സൗജന്യമായി നിങ്ങളിലേക്ക് എത്തുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന വീഡിയോയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ എയർലി ഹ്യൂമൻസ് ഒബ്റ്റെയിൻ ദിയർ ഫുഡ് ആൻഡ് എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ. അതായത് എങ്ങനെയായിരുന്നു പണ്ടുള്ള മനുഷ്യർ ആഹാരങ്ങൾ കണ്ടെത്തിയിരുന്നത്, അതുപോലെ തന്നെ മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാമാണെന്നും വിശദീകരിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ റീപ്ലേസ്മെന്റ് മോഡൽ ആൻഡ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ. അതായത് മനുഷ്യന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച ഏകോൽപ്പത്തി മാതൃകയും അതുപോലെ തന്നെ പ്രാദേശിക തുടർച്ചാ മാതൃകയും താരതമ്യം ചെയ്തെഴുതാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ പ്രോഗ്രസ് ഓഫ് എയർലി ഹ്യൂമൻസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു വേസ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ്, ഷെൽട്ടർ, ടൂൾ മേക്കിംഗ്, ലാംഗ്വേജ് ആൻഡ് ആർട്ട്. അതായത് ഭക്ഷണ സമ്പാദന രീതി, താമസ സ്ഥലങ്ങൾ, ആയുധ നിർമ്മാണം, അവരുടെ ഭാഷയും കലയും എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകി ആധുനിക മനുഷ്യന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. ഫോർത്ത് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഹോമിനോഡ്സ് ആൻഡ് ഹോമിനിഡ്സ് ആൻഡ് ദെയർ ഡിഫറൻസ്. അപ്പോൾ ഹോമിനോഡ്സ് എന്താണ്, ഹോമിനിഡ്സ് എന്താണ്, അപ്പോൾ നമ്മളുടെ വ്യത്യാസം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആസ്ട്രലോപിത്തക്കസ് ആൻഡ് ഹോമോ. എന്താണ് ആസ്ട്രലോപിത്തക്കസ് എന്നും ഹോമോ എന്താണെന്നും അവ തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചിരിക്കേണ്ടതാണ്. സ്ഥിരമായും ചോദിക്കുന്നൊരു ചോദ്യമാണ്. സെക്കൻഡ് ചാപ്റ്റർ, റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാരി വാസ് ആൻ എക്സാമ്പിൾ ഫോർ ബോത്ത് ഇമ്പീരിയൽ സിറ്റി ആൻഡ് ട്രേഡിംഗ് സെന്റർ. ഡു യു എഗ്രി വിത്ത് സ്റ്റേറ്റ്മെന്റ്, വൈ സബ്സ്റ്റാൻഷിയേറ്റ്. അതായത് ഒരു സാമ്രാജ്യത്വ പട്ടണത്തിനും കച്ചവട കേന്ദ്രത്തിനും ഉദാഹരണമായിരുന്നു മാരി. ഈ ഒരു വാദഗതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, എന്തുകൊണ്ട് എന്നും ചോദിച്ചിട്ടുണ്ടോ. അപ്പോൾ നന്നായിട്ട് പഠിച്ചിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗീവ് എ ബ്രീഫ് നോട്ട് ഓൺ മെസോപ്പൊട്ടേമിയൻ സിറ്റി ലൈഫ്. അതായത് മെസോപ്പൊട്ടേമിയൻ നഗരജീവിതത്തെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും പഠിച്ചിരിക്കേണ്ടതാണ്. എക്സ്പ്ലെയിൻ ദ അർബനൈസേഷൻ ഓഫ് സദേൺ മെസോപ്പൊട്ടേമിയ. അതായത് ദക്ഷിണ മെസോപ്പൊട്ടേമിയയിലെ നഗരവൽക്കരണം എന്താണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനലൈസ് ദ ലെഗസി ഓഫ് മെസോപ്പൊട്ടാമിയ ടു ദി വേൾഡ്. ലോകത്തിന് മെസോപ്പൊട്ടാമിയ നൽകിയ സംഭാവനകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. എക്സ്പ്ലെയിൻ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് മെസോപ്പൊട്ടാമിയ. അതായത് മെസോപ്പൊട്ടാമിയയുടെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നും സ്ഥിരമായും ചോദിക്കുന്ന ചോദ്യമാണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. ഹൗ ഡിഡ് ജോഗ്രഫി ഓഫ് മെസോപ്പൊട്ടാമിയ ഇൻഫ്ലുവൻസ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ, എക്സ്പ്ലെയിൻ. എങ്ങനെയാണ് മെസോപ്പൊട്ടാമിയയുടെ ഭൂമിശാസ്ത്രം ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചതെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. സ്ഥിരമായി ചോദിക്കുക, മെസോപ്പൊട്ടാമിയ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ്, തേർഡ് ചാപ്റ്റർ, ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ റോമൻ എംപയർ, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് ഏൻഷ്യൻ റോമൻ സൊസൈറ്റി. അപ്പോൾ എന്താണ് റോമൻ എംപയർ, അതുപോലെ തന്നെ റോമൻ എംപയറിന്റെ സവിശേഷതകൾ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ പുരാതന റോമൻ സമൂഹത്തിലെ സാമ്പത്തികവും സാമൂഹിക അവസ്ഥകളെ വിമർശനാത്മകമായ രീതിയിൽ വിലയിരുത്താനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എംപറർ ഡയക്ലേഷ്യൻ ആൻഡ് കോൺസ്റ്റന്റൈൻ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ലേറ്റ് എംപയർ. അതായത് അന്തിമ സാമ്രാജ്യത്തിന്റെ കാലത്ത് ചക്രവർത്തിമാരായിരുന്ന ഡയോക്ലീഷ്യനും കോൺസ്റ്റന്റൈനും നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കാനും ചോദിച്ചിട്ടുണ്ട്. അത് സ്ഥിരമായും ചോദിക്കുന്ന ചോദ്യമാണ്, നന്നായിട്ട് പഠിക്കണം. നെക്സ്റ്റ്, എലുസിഡേറ്റ് ദ 3rd century ക്രൈസിസ് ഇൻ ദ റോമൻ എംപയർ. റോമൻ സാമ്രാജ്യത്തിൽ 3-ാം നൂറ്റാണ്ടിൽ നേരിട്ട ക്രൈസിസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ്, ഫോർത്ത് ചാപ്റ്റർ, ദ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇസ്ലാം ഇൻ ദ ഫീൽഡ് ഓഫ് ലേണിംഗ് ആൻഡ് കൾച്ചർ, സൂഫിസം, ഫിലോസഫി ആൻഡ് മെഡിസിൻ, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ, കലിയോഗ്രാഫി. ഓക്കെ, അപ്പം വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും രംഗത്ത് ഇസ്ലാം ലോകത്തിന് നൽകിയ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക സംഭാവനകൾ എന്തെല്ലാമാണെന്ന് എഴുതണം. അവിടെ സൂഫിസം, അതുപോലെ തന്നെ ഫിലോസഫി, മെഡിസിനെ പറ്റിയും ലിറ്ററേച്ചറിനെ പറ്റിയും അവരുടെ ആർക്കിടെക്ചറിനെ പറ്റിയും അതുപോലെ തന്നെ കൈയെഴുത്ത് ശാസ്ത്രം, കലിയോഗ്രഫിയെ പറ്റിയും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ക്രൂസേഡ്സ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്സ്.
എന്താണ് കുരിശുദ്ധങ്ങളെന്നും അവയുടെ ഇമ്പാക്ട്സ് സ്വാധീനങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ അബ്ബാസിദ് റെവല്യൂഷൻ ആൻഡ് ഡിസ്ക്രൈബ് ദ എക്സ്പാൻഷൻ ഓഫ് സെൻട്രൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അണ്ടർ അബ്ബാസിഡ്സ്. എന്താണ് അബ്ബാസിദ് വിപ്ലവം എന്നും അതുപോലെ തന്നെ അബ്ബാസിദുകളുടെ കാലയളവിൽ മധ്യ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വ്യാപനം എങ്ങനെയായിരുന്നു എന്നും വിശദീകരിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് 6th ചാപ്റ്റർ ദ 3 ഓർഡേഴ്സ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് 3 ഓർഡേഴ്സ് ഓഫ് ഫ്യൂഡൽ സൊസൈറ്റി ഇൻ മിഡീവൽ യൂറോപ്പ്. അതായത് മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ 3 സാമൂഹ്യ വിഭാഗങ്ങളെ കുറിച്ച് വിശദമാക്കാൻ ചോദിച്ചിട്ടുണ്ട്. സ്ഥിരമായും ചോദിക്കുന്ന ചോദ്യമാണ്, 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്, നന്നായിട്ട് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ കോസസ് ഓഫ് 14th സെഞ്ചുറി ക്രൈസിസ് ഇൻ യൂറോപ്പ്. അതായത് യൂറോപ്പിലെ 14ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ കോൺസെപ്റ്റ് ഓഫ് എ 4th ഓർഡർ ഇൻ മിഡീവൽ യൂറോപ്പ്. അതായത് മധ്യകാല യൂറോപ്പിലെ ഒരു 4ാം ക്രമം എന്ന ആശയം എന്താണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 7th ചാപ്റ്റർ ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷൻസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമനിസം ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ. അതായത് കല, അതുപോലെ തന്നെ സാഹിത്യം, വാസ്തുവിദ്യ എന്നീ മേഖലകളിൽ മാനവികത വാദത്തിന്റെ സ്വാധീനം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ കോപ്പർനിക്കൻ റെവല്യൂഷൻ. അപ്പോൾ എന്താണ് കോപ്പർനിക്കൽ വിപ്ലവം എന്നും പഠിച്ചിരിക്കണം, അത് മുൻ വർഷങ്ങളിൽ സ്ഥിരമായും ചോദിക്കുന്ന ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ. അതായത് പ്രൊട്ടസ്റ്റന്റ് മതനവീകരണത്തിന്റെ പ്രാധാന്യം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് 8th ചാപ്റ്റർ കൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചേഴ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്കൻ സിവിലൈസേഷൻസ്. അതായത് മധ്യ ദക്ഷിണ അമേരിക്കൻ സംസ്കാരങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്ട്രഗിൾസ് അഗെയിൻസ്റ്റ് അസ്റ്റെക്സ് ബൈ കോർട്ടസ് ആൻഡ് കബ്രാൾ അഗെയിൻസ്റ്റ് ബ്രസീൽ. അതായത് അസ്റ്റെക്സിനെതിരെ കോർട്ടസ് നടത്തിയ പോരാട്ടങ്ങളും അതുപോലെ തന്നെ ബ്രസീലിനെതിരായിട്ട് കബ്രാൾ നടത്തിയ പോരാട്ടങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ മായൻ കൾച്ചർ. എന്താണ് മായൻ സംസ്കാരം എന്നും പഠിച്ചിരിക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് 9th ചാപ്റ്റർ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, prepare an essay on industrial revolution based on the following hints: coal and iron industry, canals and railways, steam power, കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അതായത് തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് എസ്സേ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ്, കോൾ ആൻഡ് അയൺ ഇൻഡസ്ട്രി ഉൾപ്പെടുത്തി എഴുതണം, അതുപോലെ തന്നെ കനാൽസും റെയിൽവേയെ പറ്റിയും എഴുതിയിരിക്കണം, സ്റ്റീം പവർ, കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എല്ലാം ഉൾപ്പെടുത്തി വേണം എഴുതാൻ. അപ്പോൾ നന്നായിട്ട് പഠിച്ചിരിക്കണം, 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പോയിന്റ് ഔട്ട് ദ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഓൺ വുമൺ ആൻഡ് ചിൽഡ്രൻ. അതായത് വ്യാവസായിക വിപ്ലവം സ്ത്രീകളെയും കുട്ടികളെയും എങ്ങനെയാണ് ബാധിച്ചതെന്ന് പഠിച്ചിരിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വെർ ദ എഫക്ട്സ് ഓഫ് റെയിൽവേസ് ഇൻ ഡിഫറെന്റ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. അതായത് റെയിൽവേയുടെ ആരംഭം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയ എഫക്ട്സ് എന്തെല്ലാമാണ്, ഫലങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം, മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +1 ഹിസ്റ്ററിയുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ചോദിച്ചത് നോട്ട്സ് കളക്ട് ചെയ്യാതെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.